അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വരികളിലൂടെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകാത്ത, മറ്റു ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള, എന്നാൽ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥതലങ്ങളിലേക്കും ആശയാനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ആത്മകലയാണ് സൂഫി ഗീതം. കലയെ കൊലവിളിക്കുന്നവർ സൂഫി ഗീതത്തെയും മലീമസമാക്കിയിട്ടുണ്ട്. മലയാള സൂഫി സംഗീതധാരയിലെ അതുല്യ വ്യക്തിത്വം ഇച്ഛമസ്താനെ തനതു ഇസ്ലാമിക രീതിയിൽ അവതരിപ്പിക്കുകയാണിവിടെ. കാഫനൂന് കമാലിയത്ത് കദം പിടിച്ച് മണക്കുവാൻ കാതിറായ മുഹമ്മദോട് കരഞ്ഞ് നീണ്ട് കൊതിച്ചു ഞാൻ. ഇച്ഛമസ്താന് മത്തുപിടിച്ചതാണ്. മത്തുപിടിപ്പിച്ചതോ ഹബീബരായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും. സൃഷ്ടി വൈശിഷ്ട്യങ്ങളുടെയൊക്കെ ഏകനായ ഉടയോനിൽ ലയിച്ച് ഹൃദയ ചുംബനങ്ങൾ അർപ്പിക്കാൻ ഏക ആശ്രയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നശ്വരമായ ഈ സഞ്ചാരി ജീവിതത്തിന് അർത്ഥവും ആത്മാവും നൽകുവാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിനോളം മികച്ചത് മറ്റൊന്നും ഇല്ല. ഇച്ഛ പാടുന്നു. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹളറത്ത് നല്ല മുഹമ്മദാ. ആഫിയത്ത് തടീക്ക് കൽബിലും ആക്കി ദീനിലെടുക്കുവാൻ ആദരക്കനി സയ്യിദി ഹളറത്ത് നല്ല മുഹമ്മദാ. ഭൗതിക ശരീരത്തിൻ്റെ അരോഗാവസ്ഥ മാത്രമാണോ ആരോഗ്യം? അല്ല, അത് ആത്മാവിൻ്റെ പരിശുദ്ധ പരിതസ്ഥിതി കൂടിയാണ്. തടിക്കും കൽബിനും ആയുരാരോഗ്യം പ്രദാനം ചെയ്യുവാനും ആത്മാവിനും അനുഭൂതി നൽകുവാനും സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിനോളം മികച്ചത് മറ്റൊന്നും ഇല്ലേയില്ല. ഇച്ഛ അവസാനിപ്പിക്കുന്നില്ല. നാളെ ആഖിറത്തിൽ വെച്ച് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരുന്ന് സൽക്കാരത്തിലും മുൻപന്തിയിൽ ഇടമുറപ്പിക്കാൻ തുണ തരണേ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദന്റെ മുറാദ് വീട്ടിയെടുക്കണേ. മൂപ്പരമ്പിയ മുമ്പിരുന്നിലും മൂടടിച്ചു തിരിക്കണേ മുസ്തഫായ മുഹമ്മദന്റെ മുറാദ് വീട്ടിയെടുക്കണേ. കാഫ്നൂന് 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 കമാലിയത്ത് കദം പിടിച്ച് മണക്കുവാൻ കാതിറായ മുഹമ്മദോട് കരഞ്ഞ് നീണ്ട് കൊതിച്ചു ഞാൻ. കരഞ്ഞ് നീണ്ട് കൊതിച്ചു ഞാൻ. ഹൃദയം ഒരു കുഞ്ഞിനെ പോലെ ഇച്ഛകൾക്കു പിന്നാലെ തുടിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ആശാമരീചികകൾ കൺമുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഹൃദയത്തെ ബലി കൊടുക്കാതിരിക്കാൻ ശ്രമിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവിടെയും അഗൈതവമായ പ്രതീക്ഷ. ഇച്ഛമസ്താന്റെ മറ്റൊരു വിരുത്തം ഇങ്ങനെയാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. തങ്കച്ചി പെണ്ണ് മനുഷ്യന്റെ ഹൃദയമാണ്. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണ് എന്നതുകൊണ്ട് മർത്യൻ ഇച്ഛമസ്താൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആഗ്രഹങ്ങൾക്കു പിന്നാലെ തുടിക്കുന്ന മർത്യ മനസ്സുകളെയാണ്. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. താമരത്തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. സുന്ദരമതം ഇസ്ലാമിനെയാണ് ഇച്ഛമസ്താൻ താമരത്തോട്ടത്തോട് ഉപമിച്ചിട്ടുള്ളത്. തായാർ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്കച്ചി പെണ്ണാകുന്ന ഹൃദയത്തെ അഭിരമിക്കാതെ, മറ്റു വഴിക്കാഴ്ചകളിൽ അഭിരമിക്കാതെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ അഭയം പ്രാപിക്കാനാണ് ഇച്ഛ നമ്മോട് പറയുന്നത്. മുല്ലമലർ മണം വീശുന്ന ആശിക്കിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല. മുല്ലമലർ മണം വീശുന്ന ആശിക്കിൻ
ആശിക്കിൻ ആശക്ക് നാശം നീ ചെയ്തിടല്ല മാണിക്യ താലിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല മാണിക്യ താലിയും മാലയും കണ്ടിട്ട് മാരാനി മങ്കയെ കൊന്നിടല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കാതെയുള്ള ജീവിതം അരുത്. ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലുടനീളം നമ്മിലേക്ക് പകർന്നു തന്ന തിരുസുന്നത്തുകളെ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന് വേണ്ടി മുറുകെ പിടിക്കുക. മാത്രമോ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറയുന്നു, അതോടൊപ്പം തന്നെ ഇച്ഛയും നമ്മോട് പറയുന്നു, നീ നിന്റെ ആയുസ്സിനെ കുരുതി കൊടുക്കരുത്. പുന്നാര കുട്ടിൻ്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുന്നാര കുട്ടിൻ്റെ പുതുമത്തരം കണ്ട് പുരുഷാരം കൂട്ടല്ല പുതുമക്കാരാ. പുറപ്പെട്ട് പോകുമ്പോൾ നരിക്കൂട്ടി കാട്ടുന്ന പുറപ്പെട്ട് പോകുമ്പോൾ നരിക്കൂട്ടി കാട്ടുന്ന കഠിനത്തരം കണ്ട് കളിയാക്കണ്ട. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. താലോലം പാടുന്ന തങ്കച്ചി പെണ്ണിനെ തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. തഴുകിക്കോ നമ്പിയെ നമ്പിക്കൊണ്ടേ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.